ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടു ദ കണ്ടംപററി വേൾഡ് എന്ന സബ്ജക്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറയാൻ പോവാണ്, നിങ്ങളിപ്പം തലേദിവസമാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് ഒരു വകയും അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയും പാസ്സായാൽ മതി എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണിത്. 100% ഷുവറാണ്. അതായത് ഞാനിത് കൺസോൾഡേറ്റ് ചെയ്ത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് വളരെ സെലക്റ്റീവായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒട്ടും ടൈം കളയാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു 25 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് റൂസേനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസേ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് റൂസയാണ്. കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ട് പോവുക. അടുത്തത് ബാറ്റിൽ ഓഫ് വാട്ടർലൂവിനെ പറ്റി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ യങ് ഇറ്റലി എന്താണെന്ന് 3 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് മാർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ NAM, നാം എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ അറിയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാമിനെ കുറിച്ചിട്ടുള്ള B പാർട്ടിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒപ്പം A പാർട്ടിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് സാർക്ക്, വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 3 ടൈംസ് റിപ്പീറ്റഡായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. SAARC, വളരെ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ അതോടൊപ്പം ഒരു 2 സെൻറ്റൻസ് അതിനെപ്പറ്റി എഴുതാനായിട്ടും പഠിക്കുക. പിന്നെ ന്യൂ ഇക്കണോമിക് പോളിസി, ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ന്യൂ ഇക്കണോമിക് പോളിസി. ഇത് A പാർട്ടിലും B പാർട്ടിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ന്യൂ ഇക്കണോമിക് പോളിസി എന്താണെന്നുള്ള ഡെഫിനിഷനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം, എന്തൊക്കെയാണ് ആ പോളിസിയിൽ പറഞ്ഞതെന്ന് ചോദിക്കാം. അപ്പോൾ ആ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അടുത്തത് നാഷണൽ റിക്കവറി അഡ്മിനിസ്ട്രേഷൻ, 2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്, വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പിന്നെ കോൾഡ് വാർ 3 പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. A പാർട്ടിൽ തന്നെ 2 തവണ ചോദിച്ചിട്ടുണ്ട്, ഒപ്പം B പാർട്ടിൽ 1 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസ് മെറ്റർനിച്ച്, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിൻസ് മെറ്റർനിച്ച് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് A പാർട്ടിൽ തന്നെ കണ്ടിന്യൂസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇനി B പാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെ അടുത്തത് കോണ്ടിനെൻ്റൽ സിസ്റ്റം ഓഫ് നെപ്പോളിയൻ, വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പിന്നെ അടുത്തത് ബിസ്മാർക്ക്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ട്രിപ്പിൾ അലയൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ, അല്ലെ ബിസ്മാർക്ക് ജർമ്മനി യൂണിഫിക്കേഷനെ പറ്റി ഡിഫൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് പഠിക്കുക. പിന്നെ അടുത്തത് UNOയുടെ എയിംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം ഇൻ യൂറോപ്പിൽ കമ്മ്യൂണിസം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബ്രീഫായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നാം, അതിൻ്റെ റിലവൻസ് എന്താണെന്ന് അനലൈസ് ചെയ്ത് എഴുതുക. പിന്നെ അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഡെവലപ്പിംഗ് നേഷൻസ്, അത് 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായിട്ട് കണ്ടൊരു ക്വസ്റ്റ്യനാണ് ഗ്ലോബലൈസേഷൻ. കൃത്യമായിട്ടും ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത്, ആഗോളവൽക്കരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഗ്ലോബലൈസേഷൻ A പാർട്ടിലോ B പാർട്ടിലോ ഇല്ലെങ്കിൽ C പാർട്ടിൽ പോലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അർത്ഥം മനസ്സിലാക്കി വെച്ച് സ്വന്തം വാക്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അടുത്തത് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് ബോൾഷിവിക് ആൻഡ് മെൻഷിവിക്കാണ്. 2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാർ കമ്മ്യൂണിസം, അതിൻ്റെ ഔട്ട്കം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാർ കമ്മ്യൂണിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. A പാർട്ടിൽ ചുമ്മാ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗോർബച്ചാവോ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് റീസ്ട്രക്ചേർഡ് ദ സോവിയറ്റ് എക്കോണമി, അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ തരാനായിട്ട്, അല്ലെങ്കിൽ ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. B പാർട്ടിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഗ് ഓഫ് നേഷൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ലീഗ് ഓഫ് നേഷൻസ് 6 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ലീഗ് ഓഫ് നേഷൻ. കമ്പൽസറി ആയിട്ടും ലീഗ് ഓഫ് നേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ റോൾ ഓഫ് വൂഡ്രോ വിൽസൺ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഗ് ഓഫ് നേഷൻസും റോൾ ഓഫ് വൂഡ്രോ വിൽസണും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്തത് ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയ,
അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയനെ പറ്റി എന്തെങ്കിലും തരത്തിലൊരു ചോദ്യം അത് എയ്തർ ബി പാർട്ടിലായിരിക്കാം അല്ലെങ്കിൽ സി പാർട്ടിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ കൗണ്ടറിങ് ടെററിസം അല്ലെങ്കിൽ ടെററിസത്തിൻ്റെ ഗ്രോത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അല്ലെ ടെററിസത്തിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ബി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ വാക്യത്തിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനലൈസേഷന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് എഴുതുക. അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടെററിസം എന്നതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് ലെഗസി ഓഫ് സോവിയറ്റ് യൂണിയൻ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വൈ വാസ് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് സമ്മേൺഡ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയൻ യൂണിഫിക്കേഷൻ ഓഫ് യൂറോപ്പ്, അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ 2 പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ചോദിച്ചത് ബി പാർട്ടിലും സി പാർട്ടിലുമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ സി പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ നഷ്ടമായി പോകും. സി പാർട്ടിൽ കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടുന്നതായതുകൊണ്ട് സി പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതെല്ലാം കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ട് പോവാം. ചിലപ്പോൾ അത് ബി പാർട്ടിലേക്ക് കയറി വന്നേക്കാം. ഇല്ലെങ്കിൽ സി പാർട്ടി വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ പോയിൻറ്റ്സ് നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ എസ് ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പൽസറി ആയിട്ട് കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ബി പാർട്ടും എ പാർട്ടും നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്, ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും നോക്കുക. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്. ഇനി അടുത്തത് സി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ബിയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇത് മൊത്തം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാനത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ടാണ് 25-26 ക്വസ്റ്റ്യൻസ് ഏകദേശം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോസസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ എന്താണ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം, അതായത് റഷ്യൻ റവല്യൂഷനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ചൈനീസ് റവല്യൂഷൻ അല്ലെങ്കിൽ ദ ലെഗസി ഓഫ് ചൈനീസ് റവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൈനീസ് റവല്യൂഷനെ പറ്റി മാവോ സെതോങ് അതെല്ലാം അത്യാവശ്യം മഞ്ചു ഡൈനാസ്റ്റി അതൊക്കെ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ എ പാർട്ടിലും കൂടെ നിങ്ങൾക്ക് മാർക്ക് തരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അടുത്തത് കോൺഗ്രസ് ഓഫ് വിയറ്റ്നാം മെറ്റ് ക്ലോക്ക് പുറ്റ് ബാക്ക്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോൺഗ്രസ് ഓഫ് വിയറ്റ്നാം. പിന്നെ അതോടൊപ്പം തന്നെ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ചെക്ക് ചെയ്യുക. പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ കുറച്ചൊരു 30-35 ക്വസ്റ്റ്യൻസോളം ഞാൻ ഏകദേശം കവർ ചെയ്ത് പോയെങ്കിലും ഇത് ഫുൾ കൺസോൾട്ടേറ്റ് ചെയ്ത് വരുമ്പം ആക്ച്വലി ഒരു 25 ക്വസ്റ്റ്യനായിട്ട് നമുക്കിത് ചുരുക്കി എഴുതാം. കാരണം നിങ്ങളത് പഠിച്ച് മനസ്സിലായി, 25 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചുരുക്കി എഴുതാം. വീണ്ടും അത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ ശരിക്കും ഒരു 18 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു 18 ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു കാരണവശാലും ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ ഡെഫിനിഷൻസ് കാണാപ്പാടിരുന്ന് വായിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതുക. പിന്നെ എഴുതി വരുമ്പോഴത്തേക്കിനും കണ്ടമാനം പാരഗ്രാഫ് ആകാതെ ഹെഡിങ്ങുകൾ തിരിച്ച് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ എഴുതുകയാണ്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ടോപ്പിക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതിനകത്ത് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, അങ്ങനെ തേർഡ് എസ്റ്റേറ്റ്, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ എസ്റ്റേറ്റുകളും ഹെഡിങ് തിരിച്ചതിന് ശേഷം മാത്രം എഴുതുക. ചുമ്മാ പാരഗ്രാഫായിട്ട് എഴുതി പോകരുത്, ഹെഡിങ് തിരിക്കുക. ഹെഡിങ്ങുകൾക്കുള്ളിൽ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല. ഹെഡിങ് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് എഴുതിയതിന് ശേഷം അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതിക്കോളുക. അതുകൊണ്ടൊരു പ്രശ്നമില്ല. പിന്നെ ടൈം പോകുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സി പാർട്ട് വേണം ആദ്യം അറ്റൻഡ് ചെയ്യാൻ. സി പാർട്ട് വെച്ചുകൊണ്ട് കുറേ ടൈം കളയരുത്. പെട്ടെന്ന് തന്നെ ബി പാർട്ടിലോട്ട് കിടക്കുക. ബി പാർട്ടും നീറ്റായിട്ട് എഴുതിയതിന് ശേഷം എ പാർട്ടും കടന്ന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഹിസ്റ്ററിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോടിപ്പം ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ റഷ്യൻ റവല്യൂഷൻ എഴുതി വെച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ആ കറക്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ട കഥകളുടെ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെയെങ്കിലും ഒരു ചെറിയൊരു ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കുക. പ്ലെയിനായിട്ട് ഒരു വരയിട്ട് വെക്കാതിരിക്കുക. അറിയാവുന്നതെന്തോ അത് എഴുതി വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഹിസ്റ്ററിക്ക് മാർക്ക് മേടിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ്. അപ്പോൾ നിങ്ങൾ മാക്സിമം
ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അത്യാവശ്യമെങ്കിലും കഥകൾ കേൾക്കുക. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര ഉപകാരമായിരിക്കും. ഹിസ്റ്ററി കഥ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം വാക്യത്തിൽ എഴുതാനുള്ളതുള്ളൂ. മിക്കതും റെവല്യൂഷൻസ്, ചൈനീസ് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇതൊക്കെ കഥകൾ പോലെ നല്ല രസമായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിസ്റ്ററി. അപ്പോൾ കഥകൾ കേട്ട് ഓർത്തിരുന്ന് നിങ്ങളത് എക്സാമിൻ്റെ ടൈമിൽ ഓർത്തെടുത്ത് നിങ്ങളുടേതായ വാക്യം തന്നെ എഴുതിയാൽ മതി. ബൈ ഹേർട്ട് പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. അപ്പോൾ നിങ്ങളത് മനസ്സിൽ കരുതുക. എക്സാമിന് കിട്ടിയ ആ ഒരു ടൈം അവിടെ ഇവിടെ ഒന്നും നോക്കിയിരിക്കാതെ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് നല്ല മാർക്ക് വാങ്ങാം. പരീക്ഷയ്ക്ക് ശേഷം വന്ന് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ എൻ്റെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.